വണ്ടി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ സ്വതവേ സെക്കൻഡ് ഹാൻഡിനെ കുറിച്ച് ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. അവരുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ രണ്ടാമത് വണ്ടി എടുത്തത്. ഇത് മൂന്നാമത് വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഫിനാൻസിൻ്റെ കാര്യത്തിലായിട്ടെ അവരെല്ലാ കാര്യങ്ങളും വളരെ മുൻപന്തിയിൽ നിന്നിട്ട് ഒരു കാര്യങ്ങളും അറിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. എൻ്റെ പേര് അർജുൻ. ഞാൻ AV ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ CEO ആണ്. ഇത് ട്രേഡിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ് ആണ്. അപ്പം കേരളത്തിൽ നമുക്ക് 3 സ്ഥലങ്ങളുണ്ട്: കൊച്ചി, കാലിക്കറ്റ് ആൻഡ് കണ്ണൂർ. ഇതിപ്പോൾ നമ്മളുള്ളത് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്. ഇവിടെയാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. അപ്പോൾ ഞാൻ ബിസിനസ് യാത്രേൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് തന്നെ അവരുടെ ഷോറൂം ഇങ്ങനെ പോകുന്ന വഴിക്ക് കാണാനിടയിൽ വണ്ടി എടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ എന്ത് ചെയ്തു, ഒരു ടൈം മാറ്റി വെച്ച് ആ ഷോറൂമിൽ വിസിറ്റ് ചെയ്യാണ്ടായി. അപ്പോൾ അവിടെ ഫൈസൽക്ക എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തു. അവിടെ വണ്ടികളെല്ലാം കാണിച്ചു തന്നു. അവിടെ ഒരുപാട് വലിയ വലിയ വണ്ടികളുണ്ടായിരുന്നു, നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ആ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വണ്ടികളും പെർഫെക്റ്റ് ആയിട്ട് അവരെന്ത് ചെയ്തു, ഡീറ്റെയിൽ ആയിട്ട് ആ വണ്ടീൻ്റെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഫൈസൽക്ക അതിന് വേണ്ടിയിട്ട് തന്നെ സമയം മാറ്റി വെച്ചു. അവരുടെ സമീപനം കൊണ്ടായിരിക്കണം എന്ന് പറയാം. ഞാൻ സ്വതവേ സെക്കൻഡ് ഹാൻഡിനെ കുറിച്ച് ചിന്തിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ വണ്ടി കണ്ട സമയത്തും അവരുടെ സമീപനം കണ്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇത് ധൈര്യത്തിലെടുക്കാം. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ട് ഞാൻ വണ്ടി എടുക്കേണ്ടത്. ആദ്യമായിട്ട് ഞാൻ GLA ആണ് എടുത്തത്. GLA എടുത്തു. അത് വണ്ടി ഇറങ്ങുന്ന സമയത്തും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാവരുടെ പ്രോസസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഞാൻ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അവർ വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു തരും. എസ്പെഷ്യലി വൈസൽക്ക ഓരോരോ ദിവസങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ഏത് സമയത്തും മുപ്പത് അവൈലബിൾ ആയിരുന്നു. ഓരോരോ ഡൗട്ട് വളരെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്ത് തരികയുണ്ടായി. അപ്പോൾ അങ്ങനെ വണ്ടി ഡെലിവറി കഴിഞ്ഞപ്പോൾ സ്വതവേ എന്ന് പറഞ്ഞാൽ എല്ലാ ഷോറൂമുള്ളതും ഡെലിവറി കഴിഞ്ഞ ശേഷം ആഫ്റ്റർ ഇത് അവർക്കൊന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ എല്ലാ വീക്സിലും അവിടുത്തെ സ്റ്റാഫുകൾ വിളിച്ചിട്ട് അതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. അങ്ങനെ ഒരു ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടായപ്പം അവരപ്പം തന്നെ വണ്ടി വന്ന് എടുക്കുകയും അവിടുത്തെ എല്ലാവിധ കംപ്ലയിൻറ്റ്സ് അവർ ക്ലിയർ ചെയ്ത് തരും ചെയ്തു. പിന്നെ അവർക്ക് വണ്ടി എടുത്തു വരിക എന്നുള്ള കാര്യം മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവിധ കാര്യങ്ങളും ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആയിരുന്നു. ഫിനാൻസിൻ്റെ കാര്യത്തിലായിട്ടെ അവരെല്ലാ കാര്യങ്ങളും വളരെ മുൻപന്തിയിൽ നിന്നിട്ട് ഒരു കാര്യങ്ങളും അറിയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു വണ്ടി എടുത്തിട്ട് ഏകദേശം 2021 ഞാൻ വണ്ടി എടുക്കേണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ 2022 ഞാൻ രണ്ടാമത്തെ വണ്ടി C-ക്ലാസ് എടുത്തു. അതും ഇതേപോലെ തന്നെയാണ്. അവരുടെ വിശ്വാസം കൊണ്ട് മാത്രമാണ് ഞാൻ പിന്നെ രണ്ടാമത് വണ്ടി എടുത്തത്. ഇത് മൂന്നാമത് വണ്ടി എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഷോറൂം വിസിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യം വെച്ചാൽ പുതിയ ഷോറൂം എങ്ങനെയാണ്, പുതിയ ഫ്രഷ് വണ്ടി എടുക്കുന്ന ഷോറൂം എങ്ങനെയാണ്, അതുപോലെ തന്നെയാണ് ഫീലിംഗ് ഉണ്ടായത്. ഒരിക്കലും അവിടുത്തെ ഒരു വണ്ടിയും സെക്കൻഡ് ഹാൻഡ് ഫീലിംഗ് തോന്നുന്നില്ല. വണ്ടി ഇൻറ്റീരിയറിലായിക്കോട്ടെ എക്സ്റ്റീരിയറിലായിക്കോട്ടെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ വെച്ചാൽ ഒരു വണ്ടി ഡെലിവറി ഉള്ള സമയത്ത് അവിടെ എല്ലാ സ്റ്റാഫുകളും പുതിയ വണ്ടി എങ്ങനെയാണ് ഡെലിവറി അതിനെക്കാട്ടിയും കൂടുതൽ കംഫർട്ടായിട്ടാണ് ന്യൂ വണ്ടി ഡെലിവറി ചെയ്യുന്ന പോലെയാണ് അവിടുത്തെ ഡെലിവറിയും കാര്യങ്ങളെല്ലാം ഉണ്ടായത്. അപ്പോൾ രണ്ടാമത്തെ കാറ് C-ക്ലാസ് എടുക്കുമ്പോൾ എനിക്ക് ഫിനാൻസ് സപ്പോർട്ട് കുറച്ച് വേണമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഫൈസൽക്കായിട്ട് ബന്ധപ്പെടുകയും ഫൈസൽക്ക് എന്ത് ചെയ്ത് വളരെ ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആയിട്ട് 2 ബാങ്കുകളും ഏറ്റവും റേറ്റ് കുറഞ്ഞ ഒരു ബാങ്കിൽ സപ്പോർട്ട് ചെയ്യുകയും അതിന് ഭയങ്കരമായിട്ടുള്ള ഫാസ്റ്റ് പ്രോസസ്സിംഗ് ആയിരുന്നു. കാരണം ഒന്നും അറിയേണ്ട അവസ്ഥ വന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും അവരുടെ കാര്യങ്ങൾ നീട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. വണ്ടി പിന്നെ എടുക്കാൻ പോകുന്ന സമയത്ത് മാത്രമാണ് അവർ ചെറിയ ബാക്കിയുള്ള പേപ്പേഴ്സും കാര്യങ്ങളും സൈൻ ചെയ്ത് വണ്ടി എത്രയും പെട്ടെന്ന് ഡെലിവറി അവർ തരികയായിരുന്നു. പ്രോസസ്സിംഗ് എല്ലാം വളരെ ഫാസ്റ്റ് ആയിരുന്നു ഫിനാൻസിൻ്റെ കാര്യത്തിൽ. ആഫ്റ്റർ വണ്ടി എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു സംശയം എന്ന് പറഞ്ഞാൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ആഫ്റ്റർ സർവീസ് ആയിരുന്നു. അപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞ സമയത്താണ് അത് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം കൂടിയാണ്. കാരണം വണ്ടി എടുത്തു കഴിഞ്ഞ സമയത്ത് എന്താ പറയുക, അവിടെ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാഫുകൾ വിളിക്കുകയും ആ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ അന്വേഷിക്കും. അതുപോലെ തന്നെ സർവീസ് ടൈം ആകുമ്പോഴേക്കും അവരുടെ സ്റ്റാഫുകൾ തന്നെ വന്നിട്ട് കറക്റ്റായിട്ട് സർവീസ് ചെയ്ത് തരും ചെയ്യും. നമ്മൾ തമ്മിലൊരു ഫാമിലി ഇതുപോലെയാണ്. കാരണം ആഫ്റ്റർ സെയിലായി കഴിഞ്ഞാൽ അവരെല്ലാ കാര്യങ്ങളും അവരെ ഫംഗ്ഷൻസ് ആയിക്കോട്ടെ എന്ത് പരിപാടികളായിക്കോട്ടെ അവരെ ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിക്കുകയും വളരെ നല്ല രീതിയിൽ അത് ഫംഗ്ഷൻസ് തന്നെ അവർ എടുത്ത് അവരെ ഓൾറെഡി വിളിക്കുകയും പരിപാടികളെല്ലാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പിന്നെ അവരുടെ കോർഡിനേഷനാണ്. കാരണം അവർ എന്ത് പരിപാടി ഉണ്ടെങ്കിലും അവർ എല്ലാ ടീംസിനെയും കോർഡിനേറ്റ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ കസ്റ്റമേഴ്സിനോട് ബിഹേവ് ചെയ്യാറുള്ളത്. ആ ഒരു സ്ട്രാറ്റജി ആയിരിക്കണം അവരെ ഓരോകളും എത്തിച്ചതും. അതുപോലെ തന്നെ അവിടെ പിന്നെയും പോകാനുള്ള ഒരു കണക്ഷനും കിട്ടുന്നത് അവരുടെ ആ പെരുമാറ്റം കൊണ്ടായിരിക്കും. റോയൽ ഡ്രൈവ് ഡ്രിവൺ ബൈ ട്രസ്റ്റ്.